നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെ ആർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തോട് ചേർന്നുണ്ടായ അപകടത്തിൽ ഒരു യുവതി ഉൾപ്പെടെ ബൈക്ക് യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ VCVക്ക് ലഭിച്ചു. മൊബൈൽ മോഷണ കേസിലെ പ്രതികളായ 2 പേരെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടി. MDMA അടക്കം കടത്തുകയും നിരവധി കളവു കേസുകളിൽ പ്രതികളുമായ മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്. പ്രതികളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത വില കൂടിയ 2 ഫോണുകൾ പിടിച്ചെടുത്തു. റെയിൽവേ SI അനിൽ മാത്യുവും സംഘവും ചേർന്നാണ് പ്രതികളെ വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂരിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും സമീപത്തെ മതിലിലേക്കും ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ഓട്ടോ യാത്രികനായ നെല്ലുവായ് സ്വദേശിക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിന് സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോഴും ജീവനക്കാരുടെ ക്ഷേമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ അനുവദിക്കുകയും ആശ്രിത നിയമനത്തിൽ അനുകൂല ഉത്തരവിറക്കുകയും ചെയ്ത LDF സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രകടനവും പൊതുയോഗവും KSTA ജില്ലാ പ്രസിഡന്റ് പ്രമോദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിൽ നിന്നുമാണ് യുവാവ് വീണ് അപകടമുണ്ടായത്.